നിക്കടാ നായർ. എന്താണ് പ്രശ്നം? അനക്ക് എന്താന്ന് അറിയില്ലടാ. ഇനിയെങ്ങാനും എന്റെ ബസ്സിൽ വന്ന് ചളി ഒരാളെ മേത്ത് തെറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ബാക്കി പിന്നെ ചെങ്ങായി എവിടെ ഇരുന്നിട്ടാ പോനെ തരാ അദ്ദേഹത്തിന്റെ സാധാരണ പോക്ക് കുറുക്കോയ്ക്ക് ടൗണിലേക്ക് പോകുമ്പോൾ ഇദ്ദേഹം പോക്ക്. അതെ, അതല്ല മറ്റേത്. പിന്നെ നിങ്ങൾ ഇതിൽ കൂടി ഒരു കീസ പിടിച്ച് പോകുന്ന ഒരാളെ കണ്ടോ? ഇല്ല ഞങ്ങൾ കണ്ടില്ല. ഇല്ല, എങ്ങോട്ട് പിന്നെ ഈ ചെങ്ങായി പോയത്? ഇവർക്ക് സംഗതി പണി പാളിയെന്നാ തോന്നണത്. തോന്നുന്നുണ്ട്. എവിടേക്കപ്പച്ചൻ എന്താ പറ്റി? വണ്ടിമ വന്നോലെ ഞാൻ ബസ് കൊണ്ട് പോകുമ്പോ പോലെ മേത്തൊക്കെ ചലർപ്പിച്ചു പറഞ്ഞിട്ട് ഒരു സ്കൂട്ടിമീ ഒരു മോട്ടോർ സൈക്കിൾ വന്നിരുന്നു. തല്ലിയിട്ട് പൈസ മരുന്നിന്റെ കുട്ടികളോടെ ആരെന്നെ പറ്റുന്ന പറഞ്ഞേ? സ്കൂട്ടിമീ മോട്ടോർ സൈക്കിൾ മീ വന്നോലെ. നിങ്ങളിപ്പോൾ ആ തച്ചാളുണ്ടല്ലോ, അയാളെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയോ? അയാളൊരു ബസ് ഡ്രൈവർ തന്നെയാണ്. ഇതിപ്പോൾ മഴക്കാലമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. വലിയ വണ്ടിയാകുമ്പോൾ ഒത്തിരി വെള്ളം ചിലപ്പോൾ തെറിച്ചു എന്നൊക്കെ വരും. അയാൾ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ അയാൾ എത്രമാത്രം പെരുമാറാൻ വേണ്ടി നിങ്ങളൊക്കെ മനുഷ്യത്തല്ലാതായിപ്പോയല്ലോ. നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാ നിങ്ങൾ? അയാളെ അവസ്ഥ നിങ്ങൾക്ക് എന്താണെന്നറിയോ? അയാളെ ഭാര്യ ഡയാലിസിസ് ചെയ്തും കൊണ്ടിരിക്കുന്ന പേഷ്യൻ്റാണ്. അയാളെ മകള് അപസ്മാരമുള്ള ഒരു രോഗിയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടി മരുന്നിന് വാങ്ങാൻ പോകുന്നതാണ് അയാൾ. ഒരു മനുഷ്യത്തിലാത്ത ആയിപ്പോയത് നിങ്ങളൊക്കെ ആൾക്കാരായിട്ട്. ടൗണിൽ ഡയാലിസിസിൻ്റെ മരുന്ന് ഫ്രീ ആയിട്ട് ആരോ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി മരുന്നിന് പോകുന്ന ആളുകളെ അടിച്ചിട്ടിരിക്കണത്. പടച്ചം മുറുക്കാത്ത പരിപാടികൾ ചെയ്തിരിക്കണത്. ചേറ്റത്തരം അല്ലാണ്ട് ഇതിന് പറയേണ്ടത്. എല്ലാ വണ്ടിക്കാരും നിങ്ങളെ ഇങ്ങനെ കരുതിപ്പോയോ? എല്ലാ ബസ്സുകാരും ഇങ്ങനെയല്ല, അത് മനസ്സിലാക്കേണ്ടി നിങ്ങൾ. നാണം കെട്ട വർഗം. എടാ, ഒരാളെ 3 ആൾക്കും 4 ആൾക്കും കൂടി തല്ല ഒരു മല്ലുമില്ല. അത് വലിയ സംഭവം എന്നല്ല. അയാളെ കാത്തിട്ടും 4-5 ജീവന് വീട്ടിൽ കാത്തിരിപ്പുണ്ടായിരുന്നു.